ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കൃഷിലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്ന് രണ്ട് വീഡിയോകൾക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ലിപ്പോട്ട എന്ന് പറയുന്ന വിദേശയിനം പഴവർഗ്ഗ ചെടിയെക്കുറിച്ച്. അന്ന് ഇത് നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് കായ്ച്ച് കിടപ്പുണ്ട് കേട്ടോ. നിറയെ കൊലകൊലയായിട്ട് കായ്കളുണ്ടാകുന്ന ഒരു നല്ല ഭംഗി തോന്നുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. ഇത് ഞാൻ വിചാരിച്ചത് ഒരു 4 മാസമൊക്കെ ആകും പഴുക്കാനെന്ന് വിചാരിച്ചു. പക്ഷേ 2 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ലിപ്പോട്ടിലെ കായ്കളൊക്കെ നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. നല്ല പർപ്പിൾ കളറാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഇത് പഴുക്കുന്നതിന് ജസ്റ്റ് മുന്നേ ഉള്ള സ്റ്റേജ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ചുവപ്പ് കളറാണ്. അതേപോലെ ആദ്യം ചെറിയ കായ, പിന്നെ അത് കുറച്ചുകൂടി വലുതായിട്ട് വരുന്ന ഏകദേശം ഒരു മുന്തിരിയുടെയൊക്കെ ഒരു ഇടത്തരം മുന്തിരിയുടെയൊക്കെ, വലിയ മുന്തിരിയല്ല കേട്ടോ, ഒരു ഇടത്തരം മുന്തിരിയുടെയൊക്കെ ഒരു സൈസിലേക്കാണ് ഇതിൻ്റെ കായ്കളായിരിക്കുന്നത്. നല്ല ഭംഗിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം ബാക്കി. ഇത് നമുക്കിത് വെച്ചാൽ പ്രയോജനമുണ്ടോ എങ്ങനെയൊക്കെയാണെന്നേ. ഇങ്ങനെയാണ് നമ്മുടെ ലിപ്പോട്ടിൻ്റെ കായ ഇരിക്കുന്നത്. ഒരു തരം ചവർപ്പാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ. മധുരമെന്നൊന്നും പറയാനും ഇല്ല, പുളിയും ചവർപ്പും ഒക്കെ കൂടിയിട്ടുള്ളൊരു ഞാവൽ ഇങ്ങനെയാണല്ലേ. അപ്പം എന്തായാലും ശിവൻചേട്ടൻ പറഞ്ഞ കറുത്ത ഞാവലിൻ്റെ ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഞാൻ കറുത്ത ഞാവൽ ഈ അടുത്തൊന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ എനിക്കത് അറിയില്ല കേട്ടോ. വലിയ കുരുവല്ല, ഒരു ചെറിയൊരു കുരു എൻ്റെ അകത്തുണ്ട്. ഒരു പുളിയും മധുരവും ഒക്കെ, മധുരമെന്ന് പറയാൻ പറ്റില്ല, ഒരു ചവർപ്പും ഒക്കെ ഉള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. നമ്മളിത് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ വാട്സപ്പിലൊരു ആൾ വന്നിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഇത് കായ ആയോ എങ്ങനെയുണ്ട്, അവർ വെച്ചിട്ടുണ്ട്, അപ്പോൾ അവർക്കതൊന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചിരുന്നു. അപ്പം പറഞ്ഞത് വൈനൊക്കെ കിട്ടാനായിട്ട് സൂപ്പറാണ്, അപ്പോൾ അതിന് ഡിമാൻഡ് ഉണ്ടാകും ഈ ലിപ്പോട്ടിന്. കാര്യം ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ ഉണ്ടെന്നാണ്. പക്ഷേ അങ്ങനെ ചെയ്യാനായിട്ട് കഴിവും സമയവും അതുപോലെ തന്നെ ഡിമാൻഡും ഒക്കെ ഉള്ള സ്ഥലത്താണ് അവർ താമസിക്കുന്നതെങ്കിൽ, ഇതുപോലെ വൈനൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള സാഹചര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുതെ കഴിക്കുക എന്നുള്ളത് മാത്രമാണ് പറ്റുക. അപ്പോൾ ഇതൊരു വലിയ മരമായിട്ട് തന്നെ വരുന്നതാണ്. അല്ല കുറ്റിച്ചെടി പോലെ നമുക്ക് വളർത്താവുന്നതാണെങ്കിൽ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് എന്ന രീതിയിലൊക്കെ നമുക്ക് വളർത്താമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ വളർത്താൻ പറ്റില്ല, അത്യാവശ്യം നല്ല മരമായിട്ട് തന്നെ വരുന്നതാണ്. പിന്നെ ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു ഒതുങ്ങിയ ഒരു സ്ഥലത്ത് മറ്റുള്ള മരങ്ങൾക്കൊന്നും ഒരു ശല്യമാവാത്തൊരു രീതിയിലാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഇനി വേറെ വല്ല യൂസും നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കും കൂടി അത് ആ രീതിയിലൊന്ന് ഉപയോഗിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് എല്ലാം തന്നെ പഴുത്ത് വരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്, നല്ല മുന്തിരി പോലെ കിടക്കുന്ന ഫ്രൂട്ടാണ്. പിന്നെ ഇതിന് ഒരുപാട് വെയിലൊന്നും വേണ്ട, ചെറിയൊരു സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കാവുന്നതാണ്. അതാണ് ഈ ചെടീനെ പറ്റി നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഒരുപാട് കെയറോ വളപ്രയോഗമോ ഒന്നും കാര്യമായിട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മുടെ മറ്റുള്ള പറമ്പിലെ ചെടികൾക്കൊക്കെ വളമൊക്കെ ഇടുമ്പോൾ വേര് വലിച്ചെടുക്കുമല്ലോ, ആ രീതിയിൽ മാത്രമാണ് നമ്മുടെ ലിപ്പോട്ടിൻ്റെ കാര്യം. നമുക്കിനി അടുത്ത ചെടീനെ കാണാം. നിറയെ വെള്ള പൂക്കളുമായിട്ട് നിൽക്കുന്ന ചെടി കണ്ടോ, നല്ല മനോഹരമായിട്ടുള്ള പൂക്കളാണ്. ഇത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ്. ഇതാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മക്കോട്ട ദേവ എന്ന് പറയുന്ന ഔഷധ സസ്യം. ഇത് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഡ്രൈ ഫ്രൂട്ട് ആവശ്യമുള്ളവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ വീട്ടാവശ്യത്തിനുള്ള അച്ചിങ്ങാപ്പയർ കമ്പുവേലിയിൽ പടർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ 2 ദിവസം കൂടുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പയർ പറിക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ ഇത് മൂത്ത് പോകും. അപ്പോൾ ഇന്നും നമുക്ക് കിട്ടി ഒരു കറിക്കുള്ള പയർ കേട്ടോ. ഇതിനു മുമ്പ് ഞങ്ങൾ ഡ്രമ്മിലായിരുന്നു വെച്ചിരുന്നത്, അതിൽ നിന്ന് ഒത്തിരി പ്രാവശ്യം നമുക്ക് പയർ പറിക്കാനായിട്ട് പറ്റി. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ അച്ചിങ്ങ പയർ വർഷത്തിൽ എല്ലാ സമയവും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയത് തന്നെയാണ്. ജൈവവളങ്ങളൊക്കെ നൽകുക, അതേപോലെ തന്നെ വേനൽക്കാലത്താണെങ്കിൽ നനച്ചു കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള അച്ചിങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മാങ്കോസിനൊക്കെ തീർന്നു. ഇനി ഈ ചെറിയ ടൈപ്പൊക്കെ നിസ്സാരമേ ഉള്ളൂ. ഭൂരിഭാഗം മരങ്ങളിലേയും കഴിഞ്ഞു. നമ്മുടെ ഈ കൊല്ലത്തെ മാങ്കോസ്റ്റിൻ വിളവെടുപ്പ് കഴിഞ്ഞു. അപ്പോഴേക്കും കണ്ട പുതിയ തളിരുകൾ വന്നു. ഇനിയിപ്പോൾ നമ്മൾ നാളെ തുടങ്ങി നമ്മളുടെ ചെടികൾക്കെല്ലാം വളമിടലും കാര്യങ്ങളുമാണ്. മാങ്കോസ്റ്റിൻ്റെ സീസൺ കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഫ്രൂട്ടായി മാറിയത് റംബൂട്ടാൻ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതാണ് കഴിക്കാറ്. ഇതിൻ്റെ ഇനം ശരിക്കും അറിയത്തില്ല. നമ്മൾ ബഡ് പ്ലാന്റ് വാങ്ങിച്ചു വെച്ചതാണ്, ഒരു നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാണ്. N18 അല്ല കേട്ടോ, അല്പം ചെറിയ കായ്കളാണ്. ഇതിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത്. താങ്ക് യു ഓൾ.